ദിവസം കായംകുളത്ത് നിന്നും 27 കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നു എന്ന ബിജെപി നേതാക്കളുടെ അവകാശവാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബ്ദീനും ചിറപ്പുറത്ത് മുരളിയും പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും വ്യക്തികൾ ബിജെപിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളും പേരുവിവരങ്ങളും വെളിപ്പെടുത്തണമെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കായംകുളത്ത് നിന്നും 27 കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നു എന്ന ബിജെപി നേതാക്കളുടെ അവകാശവാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി എന്നിവർ അറിയിച്ചു. കായംകുളത്ത് കഴിഞ്ഞ ദിവസം ബിജെപി നേതാക്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ബിജെപിയിലേക്ക് കായംകുളത്ത് CPM നിന്നും കോൺഗ്രസിൽ നിന്നും കുറേ പേർ വന്നതായി അവരുടെ അവകാശവാദമുണ്ടായി. CPM ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരും പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസ്സുകാരായ 27 പേർ ബിജെപിയിലേക്ക് പോയി എന്ന അവകാശവാദം യാതൊരു കഴമ്പുമില്ലാത്തതാണ്. കാരണം കോൺഗ്രസ്സിൽ നിന്നും ബിജെപിയിലേക്ക് പോയവർ പാർട്ടിയുടെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെ പാർട്ടി കുടുംബങ്ങളിലെ ഏതെങ്കിലും ഭാരവാഹികളുടെ ബന്ധുക്കളോ ഇതിൽ പോയതായി ഒരാളും അങ്ങനൊരു തെളിവ് അവരുടെ കയ്യിലില്ല. അവരുന്നയിക്കുന്ന അവകാശവാദത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ കൃത്യമായ തെളിവുകൾ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ പേര് വിവരം പുറത്തുവിടണം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും ബിജെപിയിൽ ചേർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ CPM നിന്നും ബിജെപിയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ബിജെപിയിൽ ചേർന്നു എന്ന് പറയുന്ന ബിജെപിയുടെ നേതാക്കളുടെ നിലപാട് രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇത് കായംകുളത്തെ ജനങ്ങളെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബിജെപി നടത്തുന്ന തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനം കായംകുളത്തെ ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസിൽ നിന്നും ഒരാൾ പോലും ബിജെപിയിൽ അംഗത്വം എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പരിശോധിക്കാം. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വമുള്ളവരോ അനുഭാവികളോ ആയ ഒരാൾ പോലും ബിജെപിയിൽ ചേർന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ബിജെപി നേതാക്കളുടെ അവകാശവാദം പൊള്ളയായ അവകാശവാദമാണ്. ഇത് കായംകുളത്തെ ജനങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. പല മുഖ്യധാര പത്രങ്ങളിലും ബിജെപിയിൽ ചേർന്നു എന്ന് പറഞ്ഞ് വലിയ പ്രചണ്ഡമായ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ പരിശോധന അവർ നടത്തിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. CPM നിന്നും വിപിൻ സി ബാബു പോയതിനു ശേഷം CPM ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ വിപിൻ സി ബാബുവും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയും ബിജെപിയിൽ ചേർന്നതിൻ്റെ പിന്നാലെ CPM നിന്നും പത്തിയൂരും ദേവികുളങ്ങരയിൽ നിന്നും കുറേ ആളുകൾ ആ പാർട്ടിയിലേക്ക് ബിജെപിയിലേക്ക് പോയി. അപ്പോൾ ബിജെപിയിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്ന പരിശോധന CPM നടത്തണം. കോൺഗ്രസിൽ നിന്നും ഒരാൾ പോലും ബിജെപിയിൽ ചേർന്നിട്ടില്ല. CPM പത്തിയൂരിലെയും ദേവികുളങ്ങരയിലും ചില നേതാക്കളും പ്രവർത്തകരും ബിജെപിയിൽ ചേർന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിന്റെ മറവിൽ കോൺഗ്രസ്സുകാരായ ചിലർ ബിജെപിയിൽ ചേർന്നു എന്നാണ് അടിസ്ഥാനരഹിതമായി പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും വ്യക്തികൾ ബിജെപിയിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളും അവരുടെ പേരുവിവരങ്ങളും വെളിപ്പെടുത്തുവാൻ ബിജെപി നേതാക്കൾ തയ്യാറാകണമെന്നും ബ്ലോക്ക് പ്രസിഡന്റുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.